ഈ ലോകത്തിന് അത്ര പരിചിതമല്ലാത്ത ഒന്നാണെന്ന് തോന്നുന്നു ശബ്ദമില്ലാത്ത ആൺകരച്ചിലുകൾ. ഒച്ചയില്ലാതെ ആരും അറിയാതെ ഉള്ളിൽ ഹൃദയത്തിൻ്റെ ഭിത്തി തകർക്കുന്ന വിങ്ങലുകളിൽ പെട്ടുപോകുന്ന ആൺമനസ്സുകളെയും നമ്മുടെ ലോകത്തിന് അത്രയും പരിചയമില്ലെന്ന് തോന്നുന്നു. ആൺകുട്ടികൾ കരയുവാൻ തുടങ്ങുമ്പോൾ അയ്യേ ആണുങ്ങൾ കരയുവാൻ പാടുണ്ടോ എന്ന് ചോദിച്ച് പരിഹസിക്കുന്ന ലോകം എങ്ങനെ ആൺകരച്ചിലുകളെ അംഗീകരിക്കും? വേദനയും അവഗണനയും ഉപേക്ഷിക്കലും ഒറ്റയാക്കപ്പെടലുമൊക്കെ സംഭവിക്കുമ്പോഴും തൻ്റെ എന്ന് മനസ്സിൽ 1000 വട്ടം പറഞ്ഞു പഠിപ്പിച്ച ആളിൽ നിന്നുമുള്ള അറുത്തുമാറ്റലും ബ്രേക്കപ്പും ഒക്കെ സംഭവിക്കുമ്പോഴാണ് ഒരുവൻ സങ്കടക്കടലിൽപ്പെട്ട് ഉഴലുന്നത്. അപ്പോൾ അവൻ സ്ട്രോങ് മാനായി നിന്ന് ഒരിറ്റ് കണ്ണുനീർ പൊഴിക്കാതെ ഇതൊക്കെ നേരിടണമെന്നൊക്കെ അവനെ പറഞ്ഞു പഠിപ്പിക്കുമ്പോൾ ഒരുവൻ എങ്ങനെയാകും സ്വയം ആശ്വാസം കണ്ടെടുക്കുന്നത്, സ്വയം ഒന്ന് നന്നായി ശ്വസിക്കുന്നത്? ആണുങ്ങൾ കരയാൻ പാടില്ല എന്നുള്ള മേധാവിത്വ തത്വത്തിൽ വിഹരിക്കുന്ന ലോകം എങ്ങനെ ആൺകരച്ചിലുകളെ അംഗീകരിക്കും? കരച്ചിലുകൾ അടക്കിപ്പിടിച്ച് കരയുവാൻ വിധിക്കപ്പെട്ടവരാണ് ആണുങ്ങൾ. മാനുഷികമായ അവസ്ഥകൾ പേറുന്ന എല്ലാ മനുഷ്യരെയും പോലെയാണ് ആണുങ്ങളും. അവർക്കും എല്ലാവിധ ഫീലിങ്സും ഉണ്ടെന്ന് തിരിച്ചറിയുക തന്നെ വേണം. ആൺകുട്ടികളാണ് കരയരുത് എന്ന് പറയുന്ന മനുഷ്യർ നിങ്ങളുടെ സങ്കടങ്ങൾക്ക്, നിങ്ങളുടെ പ്രയാസങ്ങൾക്ക്, നിങ്ങളുടെ ഹൃദയത്തിനേറ്റ മുറിവുകൾക്ക് ആശ്വാസമായി നിലകൊള്ളുന്നുണ്ടോ? അവർക്ക് നിങ്ങൾക്ക് സ്വാന്തനം പകർന്നു തരാൻ സാധിക്കുന്നുണ്ടോ? അവർ നിങ്ങളുടെ ഹൃദയവേദന അറിയാനും കേൾക്കാനും ഒന്നും ശ്രമിക്കാറില്ല എന്നത് സത്യമല്ലേ? ആൺകരച്ചിലുകൾ അലിഖിത നിയമങ്ങളാൽ തടസ്സപ്പെടുത്തേണ്ട കാര്യമില്ല. അവർ കരഞ്ഞ് അവരുടെ കണ്ണീരിൽ എല്ലാ സങ്കടങ്ങളും അലിഞ്ഞു തീരട്ടെ. അവർക്ക് വേണ്ടത് ആശ്വാസമാകുന്ന ആളുകളെയാണ്. അവർക്ക് വേണ്ടത് സ്നേഹമാണ്, പരിഗണനയാണ്, ചേർത്ത് പിടിക്കലാണ്. അവരെ ചേർത്ത് പിടിക്കുക, സ്നേഹിക്കുക, അവരെ ഉൾക്കൊള്ളുക. എല്ലാവർക്കും സ്നേഹം. നന്ദി.